എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 വർഷത്തിൽ PSC ചോദിച്ച ഇന്ത്യൻ ഭൂമിശാസ്ത്രം ടോപ്പിക്സിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വിത്തൗട്ട് ഫർദർ ആഡു ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ താജിക്കിസ്ഥാനാണ്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങളാണുള്ളത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ എന്നിവയാണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഇതിൽ ബംഗ്ലാദേശുമായാണ് ഇന്ത്യ ഏറ്റവും ദൈർഘ്യമേറിയ അതിർത്തി പങ്കിടുന്നത്. അടുത്ത ചോദ്യം, ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഷിപ്കിലയാണ്. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക മലയിടുക്കുകളാണ് ചുരങ്ങൾ. ഓപ്ഷനിലെ മറ്റു ചുരങ്ങളും ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളും കൂടി നോക്കാം. ലിപ്പു ലേക്ക് ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുമ്പോൾ സോജില ചുരം ശ്രീനഗറിനെയും കാർഗിലിനെയാണ് ബന്ധിപ്പിക്കുന്നത്. നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയാണ് ബന്ധിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരി. ഒന്നാമത്തെ പ്രസ്താവന, കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രസ്താവന ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവനയായ കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. ഈ പ്രസ്താവനയും ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ ആണെന്നാണ്. ഈ പ്രസ്താവന തെറ്റാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 ആണ്. എന്നാൽ പൂർണ്ണമായും ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയർന്ന കൊടുമുടി കാഞ്ചൻജംഗയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഉപദ്വീപീയൻ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരി. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നാണ്. ഈ പ്രസ്താവന ശരിയാണ്. മൈക്കല പർവ്വതനിരകളുടെ ഭാഗമായ അമർകണ്ടകിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. മൂന്നാമത്തെ പ്രസ്താവന, ഉപദ്വീപീയൻ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. ഈ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ഇത് നോക്കാം. കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ശബരി, ഇന്ദ്രാവതി. ഈ പ്രസ്താവനയാണ് തെറ്റ്. ഉപദ്വീപിക നദികൾ ഏറ്റവും നീളം കൂടിയ നദിയായ ഗോദാവരിയുടെ പോഷക നദികളാണ് ശബരി, ഇന്ദ്രാവതി എന്നിവ. അടുത്ത ചോദ്യം, ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ സുന്ദർഗഡ് ആണ്. മറ്റു ഓപ്ഷൻ കൂടി നമുക്ക് നോക്കാം. സിംഗ്ബം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ഷിമോഗ കർണാടകത്തിലും നീലഗിരി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയമായ റാവത്ബട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി രാജസ്ഥാനാണ്. ഗുജറാത്ത് സ്ഥിതി ചെയ്യുന്ന ആണവ നിലയമാണ് കക്രാംബാർ. മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന ആണവ നിലയമാണ് താരാപൂർ ആണവോർജ്ജ നിലയം. അടുത്ത ചോദ്യം, മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്തുടരുന്ന നദികളുടെ എണ്ണം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 146 ആണ്. അടുത്തത്, ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തന്നിരിക്കുന്നതിൽ ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഗോവയാണ്. അടുത്ത ചോദ്യം, ബാരാലാച്ച ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലാച്ചാല ചുരം. ഹിമാലയത്തിലെ മറ്റൊരു പ്രധാന ചുരമാണ് കുളു താഴ്വരയെ ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോക്താങ് ചുരം. അടുത്ത ചോദ്യം, ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി മേഘാലയാണ്. അടുത്ത ചോദ്യം നോക്കാം. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ സിക്കിമാണ്. സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. അടുത്ത ചോദ്യം, വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ കെയ്ബുൾ ലംജാവോ. ലോകത്തിലെ ഏക ഒഴുകി നടക്കുന്ന ദേശീയോദ്യാനമാണ് മണിപ്പൂരിലെ ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന കെയ്ബുൾ ലംജാവോ. അടുത്ത ചോദ്യം, ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. അടുത്തത്, ദുന്ദർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി നർമ്മദ.
മധ്യപ്രദേശിലെ ബേദാഗഡ് ഗ്രാമത്തിൽ നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ധുന്ദർ വെള്ളച്ചാട്ടം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 3 മാത്രം ശരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന 7 രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവ. അഫ്ഗാനിസ്ഥാൻ ഇതിൽ ഉൾപ്പെടുന്നില്ല. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്കാണ്. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയും അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ്. അടുത്ത ചോദ്യം, പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി? ഇതിന് ഉത്തരം ഓപ്ഷൻ ഡി സിന്ധു ആണ്. സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളായ സത്ലജ്, ബിയാസ്, രവി, ചിനാബ്, ചലം എന്നിവ നിക്ഷേപിച്ച ഏക്കൽ മണ്ണാണ് പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്നത്. അടുത്ത ചോദ്യം, പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയുടെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 4ാമത്തെ ബഗ്ലിഹാർ. അടുത്ത ചോദ്യം, പോളവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഗോദാവരിയാണ്. ആന്ധ്രാപ്രദേശിലെ ഗോദാവരി നദിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു പ്രധാന ദേശീയ ജലസേചന പദ്ധതിയാണ് പോളാവാരം പദ്ധതി. അടുത്ത ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആനമുടിയാണ്. അടുത്ത ചോദ്യം, ഖാദർ ഏത് മണ്ണിനത്തിൻ്റെ വകഭേദമാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി എക്കൽ മണ്ണ്. എക്കൽ മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദറും ബംഗാർ എന്നിവ. ഓരോ വർഷവും പ്രളയജലം നിക്ഷേപിക്കുന്ന പുതിയ എക്കൽ മണ്ണാണ് ഖാദർ. പ്രളയപ്രദേശത്ത് നിന്ന് അകലെ കാണപ്പെടുന്ന പഴയ എക്കൽ മണ്ണാണ് ബംഗാർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തുറമുഖമാണ് കാണ്ട്ല. ഈ പ്രസ്താവന തെറ്റാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന തുറമുഖമാണ് ഗുജറാത്തിലെ കച്ച് ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കാണ്ട്ല തുറമുഖം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റായത് ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കൂടുതലാണ്. ഈ പ്രസ്താവന തെറ്റാണ്. കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കുറവാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെയും വിളകളെയും ശരിയായി യോജിപ്പിക്കുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഖാരിഫ് വിളകളാണ് നെല്ല്, ചോളം എന്നിവയും റാബി വിളകളാണ് ഗോതമ്പ്, ബാർലി എന്നിവ. സെയ്ദ് വിളകളാണ് തണ്ണിമത്തനും പച്ചക്കറികളും. അടുത്ത ചോദ്യം, ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയനാണ്. ഭിലായ്, ബൊക്കാറോ എന്നീ ഇരുമ്പുരുക്ക് ശാലകൾ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്താൽ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഉത്തര മഹാസമതലം. അടുത്ത ചോദ്യം, തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി വടക്ക് കിഴക്കൻ മൺസൂൺ. കേരള തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൺസൂൺ കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി വിഴിഞ്ഞമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ നെടുങ്കണ്ടം. അടുത്ത ചോദ്യം, സോവിയറ്റ് യൂണിയൻ്റെ സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഭിലായ്, ബൊക്കാറോ എന്നിവയാണ് സോവിയറ്റ് യൂണിയൻ്റെ സാങ്കേതിക സഹായത്താൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും താരതമ്യം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ ശരിയായി തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരി. ഒന്നാമത്തെ പ്രസ്താവന, പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയതും തുടർച്ചയായതുമാണ്. ഈ പ്രസ്താവന ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ച് കടക്കുന്നു. ഈ പ്രസ്താവനയും ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഈ പ്രസ്താവന തെറ്റാണ്.
പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിന്തഗാഡയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉത്തര മഹാസമുദ്രത്തിൻ്റെ പ്രത്യേകതകൾ. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവ ശരി. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശം എന്നിവ ഉത്തര മഹാസമുദ്രത്തിൻ്റെ പ്രത്യേകതകളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ സംഘടിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. പരുത്തി തുണി വ്യവസായത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ മുംബൈ, അഹമ്മദാബാദ്, തമിഴ്നാട് എന്നിവയാണ്. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. അടുത്ത ചോദ്യം, നിർദ്ദിഷ്ട ആഴക്കടൽ തുറമുഖമായ വാദ്വാൻ ഏത് സംസ്ഥാനത്താണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ലയിലെ ദഹാനുവിനടുത്ത് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ വലിയ ആഴക്കടൽ കണ്ടെയ്നർ തുറമുഖമാണ് വാദ്വാൻ തുറമുഖം. അടുത്ത ചോദ്യം, വടക്കു പടിഞ്ഞാറുള്ള സത്ലജ് നദീതടം മുതൽ തെക്കുകിഴക്കുള്ള യമുന നദീതടം വരെ വ്യാപിച്ചു കിടക്കുന്ന ഉത്തര ഭാരതത്തിലെ സമതലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി പഞ്ചാബ് ഹരിയാന സമതലം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ജൈവ സംസ്ഥാനം ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി സിക്കിം. 2016 സിക്കിം ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ജൈവ സംസ്ഥാനമായത്. അടുത്ത ചോദ്യം, ദേശീയ ജലപാതകളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാവുകയും ചെയ്യുന്നു. ഇതിൽ ദേശീയ ജലപാത 5 NW5 ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകൾ. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ബ്രാഹ്മണി മുതൽ മഹാനദി ഡെൽറ്റ വരെയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധാതു സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗവും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്നു. കോർബ, ദന്തേവാഡ തുടങ്ങിയ ഖനന മേഖലകൾ ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഛത്തീസ്ഗഡ് ആണ്. കോർബ, ദന്തേവാഡ തുടങ്ങിയ ഖനന മേഖലകൾ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ഈ മേഖലകൾ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമാണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3 എന്നീ പ്രസ്താവനകളാണ് ശരി. രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഈ പ്രസ്താവന ശരിയാണ്. അടുത്ത മൂന്നാമത്തെ പ്രസ്താവനയാണ് ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ഈ പ്രസ്താവനയും ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ഈ പ്രസ്താവന തെറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ എന്ന ടാറ്റ സ്റ്റീൽ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന നദികൾ പരിഗണിക്കുക. 1 ശരാവതി, 2 താപ്തി, 3 നർമ്മദ, 4 വൈഗ. ഇവയിൽ വിള്ളൽ താഴ്വരയിലൂടെ ഒഴുകുന്ന നദികൾ തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3 അഥവാ താപ്തിയും നർമ്മദയുമാണ് വിള്ളൽ താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികൾ. ഇവയെ കൂടാതെ ദാമോദറും വിള്ളൽ താഴ്വരയിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദിയാണ്. അടുത്ത ചോദ്യം, ലോകരാജ്യങ്ങളുടെ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് 7. ഭൂവിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങൾ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. റഷ്യ, കാനഡ, USA, ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ എന്നിവയാണ് വിസ്തൃതിയിൽ ഇന്ത്യയേക്കാൾ മുന്നിലുള്ള മറ്റ് 6 രാജ്യങ്ങൾ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി താർ മരുഭൂമിയാണ്. രാജസ്ഥാൻ സമതലത്തിലാണ് താർ മരുഭൂമി ഉൾപ്പെടുന്നത്. താർ മരുഭൂമിയുടെ 2 ഭാഗവും രാജസ്ഥാനിലാണ്. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ അയൽ സംസ്ഥാനങ്ങളായി വ്യാപിച്ചു കിടക്കുന്നു. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഗോദാവരിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി കൂടിയാണ് ഗോദാവരി. ദക്ഷിണ ഗംഗ എന്നും ഇത് അറിയപ്പെടുന്നു. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് നർമ്മദ. അടുത്ത ചോദ്യം, അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിനെ കുറിച്ചുള്ള വിശദമായ SCERT ബേസ്ഡ് ക്ലാസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി കറുത്ത മണ്ണാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 4 എന്നീ പ്രസ്താവനകളാണ് തെറ്റ്. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. റായ്പൂർ ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമാണ്. ഈ പ്രസ്താവന തെറ്റാണ്. റാഞ്ചിയാണ് ജാർഖണ്ഡിൻ്റെ തലസ്ഥാനം. അടുത്തത് പ്രസ്താവന 2 പാമ്പാർ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ്. ഈ പ്രസ്താവന ശരിയാണ്. അടുത്ത പ്രസ്താവന നോക്കാം. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്.
ഈ പ്രസ്താവനയും ശരിയാണ്. നാലാമത്തെ പ്രസ്താവന കേരളത്തിൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ 37% പ്രദേശം വനങ്ങളാണ്. ഈ പ്രസ്താവന തെറ്റാണ്. കേരളത്തിൻ്റെ മൊത്തം വിസ്തീർണത്തിൻ്റെ 29% വരെയാണ് വനംഭൂമി ഉള്ളത്. അടുത്ത ചോദ്യം, ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബാഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ചിനാബ്. അടുത്ത ചോദ്യം, 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെൻറ്റ് തുറമുഖം, ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം, അടുത്തത് അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ എന്നിവ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ്. അടുത്ത ചോദ്യം, താഴെ നൽകിയവയിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ശരിയായ വിവരണം ഏതെല്ലാമാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 4 മാത്രമാണ് ശരിയായ വിവരണങ്ങൾ. ഒന്നാമത്തെ നോക്കാം. ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ്. ഈ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന പ്രധാനമായും ലാവ തണുത്തുറഞ്ഞതിലൂടെയാണ് രൂപപ്പെടുന്നത്. ഈ പ്രസ്താവനയും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന പീഠഭൂമിയുടെ പൊതുവായ ചരിവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. ഈ പ്രസ്താവന തെറ്റാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായ ചരിവ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. നാലാമത്തെ പ്രസ്താവന ശരാശരി ഉയരം 600 മുതൽ 900 മീറ്റർ വരെയാണ്. ഈ പ്രസ്താവനയും ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപങ്ങളുടെ 80% ഈ ഇനത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ബിറ്റുമിനസ് ആണ്. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. ജാർഖണ്ഡിലെ ചാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയാണ് ലിഗ്നൈറ്റ്. അടുത്ത ചോദ്യം, ഉപദ്വീപീയ നദിയായ കൃഷ്ണയുടെ ഉത്ഭവസ്ഥാനം ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി മഹാബലേശ്വറാണ്. മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. അടുത്ത ചോദ്യം, മൗൺസൺ റാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഖാസി കുന്നുകളുടെ സാന്നിധ്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കുന്ന സ്ഥലമാണ് മേഘാലയയിലെ മൗൺസൺ റാം. ഖാസി കുന്നുകളുടെ സ്ഥാനം, കുത്തനെ ചരിഞ്ഞ കുന്നുകൾ, മൺസൂൺ കാറ്റുകൾ എന്നിവ മൗസിൻ റാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണങ്ങളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങൾ ശരി ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ആൻഡ് 4 പ്രസ്ഥാനങ്ങൾ ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തുണി മില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. രണ്ടാമത്തെ പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. മൂന്നാമത്തെ പ്രസ്താവന 1921 ശേഷമുണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിലെത്തിച്ചു. നാലാമത്തെ പ്രസ്താവന ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി. ഈ 4 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങൾ ശരിയായത് ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 പരാമർശങ്ങളും ശരിയാണ്. ഒന്നാമത്തെ നോക്കാം. റീസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. മൂന്നാമത്തെ പ്രസ്താവന ബാരമുള്ള ശ്രീനഗർ ഉദ്ധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. നാലാമത്തെ പ്രസ്താവന 1315 മീറ്റർ നീളമുള്ള പാലത്തിൻ്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. ഈ 4 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ലോക്തക്കാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ക്ഷീരോത്പാദനം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ചുവടുകൾ കണ്ടെത്തുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. നമുക്ക് നദികളും നദിയുടെ ശരിയായ ചുവടുകളും നോക്കാം. ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സർദാർ സരോവർ അണക്കെട്ട് നർമ്മദയിലും, കൃഷ്ണരാജ് സാഗർ അണക്കെട്ട് കാവേരി നദിയിലും, നിസാം സാഗർ അണക്കെട്ട് ഗോദാവരിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം സവിശേഷതകളല്ല. ഒന്നാമത്തെ നോക്കാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാക്കുന്നു. ഇത് തെറ്റാണ്. നാലാമത്തെ പ്രസ്താവനയായ നിരപ്പായ താഴ്വരകളായ ഡൂണുകൾ കാണപ്പെടുന്നു. ഇതും തെറ്റാണ്. ശരിയായ പ്രസ്താവനകൾ ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു, മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങൾ കാണപ്പെടുന്നു എന്ന് 2 പ്രസ്താവനകൾ മാത്രമാണ് ശരി.
അടുത്ത ചോദ്യം, കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിൽ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി കരേവാസ് മണ്ണാണ്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി നീലഗിരി. അടുത്ത ചോദ്യം, അനസാഗർ തടാകം ഏത് സംസ്ഥാനത്തിലാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി രാജസ്ഥാൻ. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. അടുത്ത ചോദ്യം, പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 എന്നീ പ്രസ്താവനകളാണ് ശരി. ഒന്നാമത്തെ പ്രസ്താവന, രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. ഈ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, 1961 പഴയ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. ഈ പ്രസ്താവന തെറ്റാണ്. മൂന്നാമത്തെ പ്രസ്താവന, 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ഈ പ്രസ്താവനയും ശരിയാണ്. അടുത്ത പ്രസ്താവന, നാലാമത്തെ പ്രസ്താവന, പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവുമുണ്ട്. ഈ പ്രസ്താവനയും ശരിയാണ്. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ മൂന്നാമത്തെ പ്രസ്താവനകളാണ് ശരി. രണ്ടാമത്തെ പ്രസ്താവന, യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. ഇത് ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, കോസി ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. ഈ പ്രസ്താവനയും ശരിയാണ്. ശരിയല്ലാത്ത പ്രസ്താവനകളാണ്. ഒന്നാമത്തെ പ്രസ്താവന, സിന്ധു നദി നവർമ്പയെ കീറി മുറിച്ച് ആഴമേറിയ താഴ്വരകളിലൂടെ ഒഴുകുന്നു. ഈ പ്രസ്താവന തെറ്റാണ്. കൂടാതെ നാലാമത്തെ പ്രസ്താവനയായ ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഈ പ്രസ്താവന തെറ്റാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഉഷ്ണകാലത്ത് തെക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചേർക്കുന്നു. ഈ പ്രസ്താവന തെറ്റാണ്. വടക്കു നിന്നും വീശുന്ന ശീതക്കാറ്റിനെയാണ് ഇന്ത്യയിലേക്ക് കടക്കാതെ ചേർക്കുന്നതിന് ഉത്തരപർവ്വത മേഖല സഹായിക്കുന്നത്. അടുത്ത ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമായാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായ തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എക്കൽ വിശറികളാൽ സമ്പന്നമാണിവിടെ. ഈ പ്രസ്താവന തെറ്റാണ്. ബാക്കിയുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓൾ ഓഫ് ദ എബോവ്. ഇതിൽ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. രണ്ടാമത്തെ പ്രസ്താവന, എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. മൂന്നാമത്തെ പ്രസ്താവന, ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. നാലാമത്തെ പ്രസ്താവന, ഒരു ഖാരിഫ് വിളയാണ്. ഈ 4 പ്രസ്താവനകളും നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ശരിയായി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പർവ്വത ചുരങ്ങളെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് അവരോഹണ ക്രമത്തിൽ വിന്യസിക്കുക. ഇവിടെ ഉയരം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കാണ് വിന്യസിക്കേണ്ടത്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇതിൻ്റെ ക്രമം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ബാരാലാചാല ചുരമാണ്, അത് കഴിഞ്ഞ് ബുർജിലയും പിന്നെ ഫോർട്ടുലയും ഏറ്റവും അവസാനം സോജില ചുരമാണ്. അടുത്ത ചോദ്യം, പ്രസിദ്ധമായ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കണ്ടെത്തി രേഖപ്പെടുത്തുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഒഡീഷയാണ്. അടുത്ത ചോദ്യം, ദീർഘകാലമായി നടക്കുന്ന അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച് രൂപം കൊള്ളുന്ന അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആരവല്ലിയാണ്. മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഹിമാലയ പർവ്വതങ്ങൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പൂർവ്വഘട്ടത്തെ മുറിച്ചൊഴുക്കുന്ന ഉപദ്വീപീയ നദികൾ ഏതെല്ലാം? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 3 അഥവാ മഹാനദിയും കൃഷ്ണയാണ് പൂർവ്വഘട്ടത്തെ മുറിച്ചൊഴുകുന്ന ഉപദ്വീപീയ നദികൾ. അടുത്ത ചോദ്യം, ധാതുക്കളുടെ കലവറ എന്ന് അറിയപ്പെടുന്ന മേഖല ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ഉപദ്വീപീയ പീഠഭൂമി. അടുത്ത ചോദ്യം, ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഗോദാവരി. അടുത്ത ചോദ്യം, കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആസാമാണ്. ആസാമിലെ ഗോലാഘട്ട്, നഗോൺ ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് കാസിരംഗ. ലോകപ്രശസ്തമായ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ പ്രധാന വാസസ്ഥലമാണ് കാസിരംഗ നാഷണൽ പാർക്ക്. അടുത്ത ചോദ്യം, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥാനം ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ സുണ്ടാഗർത്തമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് സുണ്ടാഗർത്തം അഥവാ സുണ്ട ട്രെഞ്ച്. ഇത് ജാവാഗർത്തം എന്നും അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, ഉഷ്ണകാലത്ത് ഗംഗാ സമുദ്രത്തിൽ വീശുന്ന ചൂടുകാറ്റ് ഏത്?
ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ലൂ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തീർണമുള്ളത് എവിടെയാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി മധ്യപ്രദേശാണ്. അടുത്ത ചോദ്യം, താഴെ പറഞ്ഞവയിൽ ഏത് വിളയാണ് ഇന്ത്യയുടെ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ജൂട്ട് അല്ലെങ്കിൽ ചണമാണ്. 2025 വർഷത്തിൽ PSC ചോദിച്ച ഇന്ത്യൻ ഭൂമിശാസ്ത്രം ടോപ്പിക്സിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.